പ്രയത്നങ്ങൾക്കൊടുവിൽ തമിഴ് സിനിമാ രംഗത്ത് തന്റേതായ സ്ഥാനം നേടുന്ന നടനാണ് വിജയ് സേതുപതി. താരമൂല്യം നോക്കാതെ വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്യാൻ വിജയ് സേതുപതി തയ്യാറായിരുന്നു. സൂപ്പർ ഡീലക്സ്, വിക്രം തുടങ്ങിയ സിനിമകൾ ഇതിന് ഉദാഹരണമാണ്. സിനിമയ്ക്കപ്പുറം തന്റെ വ്യക്തി ജീവിതത്തിൽ സ്വകാര്യത കാത്തുസൂക്ഷിക്കുന്ന നടൻ കൂടിയാണ് വിജയ് സേതുപതി. ജെസ്സി സേതുപതി എന്നാണ് വിജയ് സേതുപതിയുടെ ഭാര്യയുടെ പേര്. 2003 ഇരുവരുടെയും വിവാഹം കഴിഞ്ഞ് കുടുംബജീവിതം നയിക്കവെയാണ് നടൻ സിനിമാ രംഗത്ത് ശ്രദ്ധിക്കപ്പെടുന്നത്. ഇപ്പോഴത്തെ ഇതേക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് വിജയ് സേതുപതി. താൻ സിനിമയിൽ അഭിനയിക്കുന്നതിനോട് തന്റെ ഭാര്യയ്ക്ക് താല്പര്യമില്ലായിരുന്നെന്നാണ് വിജയ് സേതുപതി പറയുന്നത്. അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു സിനിമയിൽ അഭിനയിക്കുന്നത്. താൻ ഹീറോ ആയത് അവൾ അറിഞ്ഞില്ല. ഷൂട്ടിംഗ് പൂർത്തിയാക്കി വന്ന ശേഷമാണ് പറഞ്ഞത്. വലിയ അവസരമൊന്നും ലഭിക്കില്ല, വീട്ടിലേക്ക് തന്നെ വരുമെന്നാണ് തന്റെ ഭാര്യ കരുതിയിരുന്നതെന്നും എന്നാൽ താൻ ഹീറോ ആയി എന്നും അത് തന്റെ ഭാര്യയ്ക്ക് പ്രശ്നമായി എന്നും വിജയ് സേതുപതി വ്യക്തമാക്കി. മാത്രമല്ല, ആദ്യം ഗോസിപ്പ് വന്നപ്പോഴും ഭാര്യയ്ക്ക് അതൊരു പ്രശ്നമായിരുന്നുവെന്നും പിന്നീട് അത് പറഞ്ഞ് സമാധാനിപ്പിക്കുകയായിരുന്നുവെന്നും വിജയ് സേതുപതി തുറന്നു പറയുന്നുണ്ട്. മാത്രമല്ല, തങ്ങളുടെ പ്രണയ വിവാഹത്തെക്കുറിച്ചും താരം സംസാരിച്ചു. ദുബായിൽ ജോലി ചെയ്യുമ്പോഴാണ് ഭാര്യ പ്രണയത്തിലായത്. 5 മാസം നീണ്ടു. അവൾക്കും എന്നെ വലുതായി അറിയില്ല. എന്ത് ധൈര്യത്തിലാണ് തന്നെ വിവാഹം ചെയ്തതെന്ന് താൻ ചോദിച്ചിട്ടുണ്ട്. 5 മാസമാണ് അവളോട് സംസാരിച്ചത് എന്നും നേരിൽ കണ്ടിട്ടില്ലായിരുന്നുവെന്നും താൻ നാട്ടിലേക്ക് വരുന്നതിന് മുൻപേ കല്യാണം തീരുമാനിച്ചിരുന്നുവെന്നും കല്യാണത്തിനാണ് താൻ നാട്ടിലേക്ക് വന്നതെന്നും വിജയ് സേതുപതി പറയുന്നുണ്ട്. തങ്ങൾ സംസാരിച്ച് 15-20 ദിവസത്തിനുള്ളിൽ കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് വീട്ടിൽ പറഞ്ഞു. കല്യാണം കഴിഞ്ഞ് താൻ സിനിമയെന്ന് പറഞ്ഞ് കറങ്ങുമ്പോൾ ജീവിതം ഒരു ചോദ്യമായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും തന്നെ കല്യാണം കഴിച്ചത് തെറ്റായി പോയി എന്ന് തന്റെ ഭാര്യ പറഞ്ഞിട്ടില്ലെന്നും വിജയ് സേതുപതി വ്യക്തമാക്കി. അന്ന് ഭാര്യ ചെറിയ കുട്ടിയായിരുന്നു, ഇപ്പോൾ വളർന്നു. അതിനാൽ തന്നെ ഗോസിപ്പുകളെ കുറിച്ചൊന്നും ഇപ്പോൾ ചോദിക്കാറില്ലെന്നും വിജയ് സേതുപതി പറയുന്നുണ്ട്. താരകുടുംബത്തിൽ പിറന്നാളും സിനിമാ രംഗത്ത് നിലനിൽക്കുകയെന്നത് ബുദ്ധിമുട്ടാണെന്നും വിജയ് സേതുപതി വ്യക്തമാക്കി. അച്ഛൻ എന്താണോ അതുപോലെ ആകണമെന്ന് മക്കളും ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഡോക്ടറുടെ മകന് പഠിച്ച് വിജയിച്ചാലേ ഡോക്ടറാകാൻ പറ്റൂ. അതുപോലെ തന്നെയാണ് സിനിമയും. താരകുടുംബത്തിൽ നിന്നും വന്ന എല്ലാവരും സിനിമയിൽ വിജയിച്ചിട്ടില്ല എന്നും 1-2 അവസരം ലഭിച്ചേക്കാം, അതിനുശേഷം അവരുടെ അധ്വാനമാണ് ബാക്കിയുള്ളതെന്നും തന്റെ മകനാണെങ്കിലും അധ്വാനിച്ചാലേ സിനിമയിൽ ഫലമുള്ളൂ എന്നും വിജയ് സേതുപതി വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം മഹാരാജയാണ് വിജയ് സേതുപതിയുടെ പുതിയ സിനിമ. നടന്റെ 50ാമത്തെ ചിത്രം കൂടിയാണ് മഹാരാജ. സിനിമ സ്വപ്നമായി കണ്ടു നടക്കുന്ന പല ചെറുപ്പക്കാർക്കും വലിയൊരു പ്രചോദനം തന്നെയാണ് വിജയ് സേതുപതി എന്ന നടൻ. പിസയും ഇരവിയും അദ്ദേഹത്തിന്റെ കരിയറിലെ മികച്ച പെർഫോമൻസുകളാണ്. നായകനായി അഭിനയിക്കുമ്പോൾ തന്നെ വില്ലൻ വേഷങ്ങളിൽ വിജയ് സേതുപതി തിളങ്ങാറുണ്ട്. കമൽ ഹാസൻ, വിജയ്, ബോളിവുഡ് കിങ് ഖാൻ, ഷാരൂഖ് ഖാൻ തുടങ്ങിയ നടന്മാർക്കൊപ്പം വില്ലൻ വേഷങ്ങളിലും ഇതിനോടകം വിജയ് സേതുപതി അഭിനയിച്ചു കഴിഞ്ഞു. വളരെ ചെറുപ്പത്തിൽ തന്നെ അഭിനയത്തിൽ താല്പര്യമുള്ള താരം 16ാം വയസ്സിൽ സിനിമയുടെ ഓഡീഷനിൽ പങ്കെടുത്തിരുന്നു. എന്നാൽ ഉയരം കുറഞ്ഞതിന്റെ പേരിൽ അന്ന് താരത്തെ പുറത്താക്കപ്പെട്ടു. കോളേജിൽ പഠിക്കുന്ന സമയത്ത് സെയിൽസ്മാൻ മുതൽ ഫോൺ ബൂത്ത് ഓപ്പറേറ്റർ വരെയുള്ള നിരവധി ജോലികൾ വിജയ് സേതുപതി ചെയ്തിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ കുടുംബഭാരം തന്റെ മേൽ വീണതോടെ അക്കൗണ്ട് ജോലിക്കായി ദുബായിലേക്ക് പോവുകയായിരുന്നു. ദുബായിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് വിജയ് സേതുപതി തന്റെ ഭാര്യ ജെസ്സിയെ ഓൺലൈൻ വഴി പരിചയപ്പെടുന്നത്. പിന്നീട് ഇരുവരും പ്രണയത്തിലാവുകയും 2003 വിവാഹിതരാവുകയും ചെയ്തു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.